ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ. എന്തായാലും ബ്രാൻഡ് ന്യൂയുടെ മൂവിയിൽ തന്നെ ഈ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ഫൈറ്റ് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. പക്ഷേ ആ ഒരു ഫൈറ്റിൽ ശരിക്കും ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴേ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവന്മാർ എങ്ങനെയായിരിക്കും അത് കൊണ്ടുപോകാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ശരിക്കും ഇവർ തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ശരിക്കും ആരാണ് ജയിക്കുക? കാരണം ഒറിജിനലി കോമിക്കലി ഇവർ തമ്മിൽ ഒരുപാട് ഫൈറ്റൊക്കെ നടന്നിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ആരാണ് ശരിക്കുള്ള വിന്നർ, പിന്നെ ഈ പടത്തിൽ ഈ ഒരു ഫൈറ്റ് എങ്ങനെയായിരിക്കും കൊണ്ടുപോകാൻ പോകുന്നതെന്നുള്ള കുറച്ച് തിയറീസൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. കോമിക്കിലേക്ക് വരുമ്പോൾ 1, 2, 3, 4 പ്രാവശ്യമാണ് ഇവർ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നിൽ നമ്മുടെ സ്പൈഡർമാൻ 2099, അതായത് നമ്മുടെ മിഗ്യുൽ ഒഹാരയും മൈസ്ട്രോ ഹൾക്കും തമ്മിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ പീറ്റർ പാർക്കർ അല്ല, മിഗ്യുൽ ഒഹാരയാണ്. മാത്രമല്ല നോർമൽ ഹൾക്കും അല്ല, മൈസ്ട്രോ ഹൾക്കാണ്. പക്ഷേ അതിൽ നമ്മുടെ മൈസ്ട്രോ ഹൾക്ക് ഒരുമാതിരി പാറ്റേൺ തട്ടിയിടുന്ന പോലെ ആയിരിക്കും മിഗ്യുൽ ഒഹാരനൊക്കെ തട്ടിയിടുന്നത്. പക്ഷേ അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം അതെന്തായാലും നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാനും അല്ല, നോർമൽ ഹൾക്കും അല്ല. പക്ഷേ നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ തന്നെ വെനം ഷൂട്ട് ഇട്ടിട്ട് ഒരു ജമ്മു പോലത്തെ ഒരു സാധനം തപ്പിപ്പിടിക്കുന്ന ഒരു സ്പൈഡർ വേഴ്സിൻ്റെ ഒരു കോമിക് സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഹൾക്കുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ ആ മാജിക്കൽ സ്റ്റോൺ പോലത്തെ ഒരു സാധനം ഓൾറെഡി വെനമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ആ സ്പൈഡർമാൻ്റെ ദേഹത്ത് തട്ടിയതും ആ വെനം വീണ്ടും വെനമസാവും. അതായത് ആ വെനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള പുള്ളിയായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ പീറ്റർ പാർക്കറിനെ വീണ്ടും ഒരു മോൺസ്റ്ററസ് ഫോമായിട്ട് മാറ്റും. അങ്ങനെ ആ ഒരു ഫോമായിട്ടുള്ള നമ്മുടെ സ്പൈഡർമാൻ ഹൾക്കിനെ തെറിപ്പിച്ച് കളയുന്നുണ്ട്. പക്ഷേ അതും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ വെനുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ള ആ സ്റ്റോൺ കാരണം വീണ്ടും എൻഹാൻസ്ഡ് ആയിട്ട് ഒരു ആനിമലിസ്റ്റിക് ആയിട്ട് മാറിയിട്ടുള്ള സ്പൈഡർമാനാണ്. സോ അത് നമുക്ക് സൈഡിലേക്ക് വെച്ചേക്കാം. നമുക്ക് നോർമൽ സ്പൈഡർമാനും നോർമൽ ഹൾക്കിനെയും തിരഞ്ഞെടുക്കാം. ഈ ഫൈറ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൾക്ക് പുള്ളി പോലും അറിയാത്തൊരു കാരണത്താൽ പുള്ളിയുടെ ആ ആക്ടിവിറ്റീസൊക്കെ കാരണം ഒരു പ്ലെയിൻ തന്നെ ക്രാഷ് ആയിട്ടുണ്ടാവും. പക്ഷേ അത് പുള്ളിയല്ല ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ആ ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ടുണ്ടാവും. അങ്ങനെ അതിലൊക്കെ നമ്മുടെ MJ ഒക്കെ പെട്ടിട്ടുണ്ടാവും. അങ്ങനെ MJയുടെ ഒക്കെ മരണത്തിന് കാരണം നമ്മുടെ ഹൾക്കാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് നമ്മുടെ ഈ ഹൾക്കിൻ്റെ ഈ സാവേജ് ആയിട്ടുള്ള ഈ സംഭവങ്ങളൊന്നും കാരണം വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹൾക്കിനെ തടയാനും പുള്ളിയുടെ ആ സാവേജ്നെസ് തടയാനും വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ വരും. അങ്ങനെ വരുന്ന സ്പൈഡർമാനും ഹൾക്കും തമ്മിൽ അവിടെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ, അടി തന്നെ, അടിയോടടി. പക്ഷെ അപ്പോഴും നമ്മുടെ ഹൾക്ക് അവിടെ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. ഹൾക്ക് പറയുന്നത് ആ അറ്റാക്കിനൊന്നും കാരണം ആ പ്ലെയിൻ ക്രാഷിനൊന്നും കാരണം പുള്ളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഞാനല്ല ചെയ്തതെന്നുള്ള രീതിക്ക് സ്പൈഡർമാനെ തടുക്കാനും ആ ഫൈറ്റിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്പൈഡർമാൻ വിടോ, പുള്ളി അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്പൈഡർമാൻ ഹൾക്കിൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള പുള്ളിയുടെ ചെവിയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ രണ്ടും കൂട്ടിയിട്ട് പുള്ളിയുടെ ചെവിക്ക് ഒരു റേറ്റ് അട്ടി. അതുകൊണ്ട് തന്നെ ഹൾക്കിൻ്റെ ആ ഫൈറ്റിംഗ് സംഭവങ്ങളൊക്കെ പുള്ളിയുടെ ആ പഞ്ചസൊക്കെ സ്ലോ ആവാൻ തുടങ്ങുകയാണ്. അത് യൂസ് ചെയ്തിട്ട് എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ സ്പൈഡർമാൻ അത്രത്തോളം ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സ്പൈഡർമാൻ മേരി ജാനെ നഷ്ടപ്പെട്ട അത്രയൊരു ഫ്രസ്ട്രേഷനിലാണ് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൾക്കാണെങ്കിൽ മനസ്സാവാച അർമന അറിയാത്ത കാര്യമാണ്. കാരണം നോർമൺ എസ്മോണൊക്കെ ഇടയ്ക്ക് കയറിയിട്ടുള്ള എന്തോ പരിപാടിയൊക്കെയാണ്. അത് വേറെ തന്നെ സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പോകണ്ട, കാരണം അതങ്ങ് വേറെ തന്നെ സ്റ്റോറി ആയിട്ട് പോകും. അങ്ങനെ നമ്മുടെ ഹൾക്കിന് മനസ്സിലായി ഈ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഫ്രസ്ട്രേഷനിൽ നമ്മുടെ സ്പൈഡർമാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൾക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാതെ മൊത്തം നിന്ന് കല്ല് പോലെ നിന്ന് ആ അടി മൊത്തം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച അവസാനം നമ്മുടെ സ്പൈഡർമാൻ്റെ കൈയൊക്കെ ഒട്ടിഞ്ഞ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ചോര തന്നെ വരാൻ തുടങ്ങി. അങ്ങനെ ആ ചോര വരുന്ന കണ്ടിട്ട് നമ്മുടെ ഹൾക്ക് ഒന്നും പറയില്ല, ജസ്റ്റ് ഈ കാര്യം മാത്രമേ പറയുള്ളൂ. അതായത് ബഗ്മാൻ, അതായത് നമ്മുടെ സ്പൈഡർമാൻ, നിൻ്റെ വൈഫിനെ നിനക്ക് നഷ്ടപ്പെട്ടു, എനിക്കത് മനസ്സിലാവും, കാരണം എനിക്ക് എൻ്റെ വൈഫിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മതി പറയും. അപ്പോഴായിരിക്കും അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്പൈഡർമാൻ്റെ സ്പൈഡർ സെൻസ് ആക്ടിവേറ്റ് ആവുന്നത്. കാരണം ഇവരുടെ ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു റെയിൽവേ പാളം തന്നെ നശിച്ചു പോയിട്ടുണ്ടാവും. അതേസമയമാണെങ്കിൽ ഒരു ട്രെയിനാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് ആ റെയിൽവേ പാളം ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ സ്പൈഡർമാൻ പുള്ളിയുടെ വല വെച്ചിട്ടും നമ്മുടെ ഹൾക്കാണെങ്കിൽ പുള്ളിയുടെ സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് ആ റെയിൽവേ പാളം എങ്ങനെയൊക്കെയോ ഒട്ടിക്കുകയാണ്. അങ്ങനെ കൃത്യമായിട്ട് ആ ട്രെയിൻ അങ്ങ് പാസ്സായി പോവാണ്. അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ തിരിഞ്ഞ്, അതായത് ഇതൊന്നും ഹൾക്കിൻ്റെ തെറ്റല്ല എന്ന് മനസ്സിലാക്കിയിട്ട് താങ്ക്സ് പറയുന്നതിന് മുമ്പ് തന്നെ ഹൾക്ക് അവിടുന്ന് പോയി. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈ ഒരു ഫൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിലുള്ള ശരിക്കുള്ള വിന്നർ ആരാണെന്ന്. അതായത് അത്രയും ഫ്രസ്ട്രേഷനിൽ ഹോൾഡ് ബാക്ക് ചെയ്യാതെയാണ് കയ്യിൽ നിന്ന് ചോര വരുന്ന പോലെ നമ്മുടെ ഹൾക്കിനെ സ്പൈഡർമാൻ അടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഹൾക്കിനൊന്നും പറ്റിയിട്ടില്ല, സ്പൈഡർമാന് മാത്രമേ പറ്റിയുള്ളൂ. അതായത് നോർമലി തന്നെ ഒരുവിധം നമ്മുടെ ഹൾക്കുമായിട്ട് സ്പൈഡർമാൻ പിടിച്ച് നിൽക്കാൻ പറ്റിയെങ്കിലും ഹൾക്ക് എത്രത്തോളം ചൂടായി പോകുന്ന പുള്ളി അത്രത്തോളം സാവേജായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പുള്ളിനെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. സോ ശരിക്കും അങ്ങനെ ഒരു ഡെഡ്ലി ബാറ്റിൽ നടക്കുകയാണെങ്കിൽ ഹൾക്കേ ജയിക്കുള്ളൂ, അതിൽ ഡൗട്ടൊന്നുമില്ല.
പക്ഷെ എന്നാലും കുറച്ച് നേരമൊക്കെ പിടിച്ചെക്കാൻ പറ്റും. ഇനി ഈ പടത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പടത്തിൽ ഇനി അത് എങ്ങനെയായിരിക്കും കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും നമ്മളെ ഹൾക്കിനെ വീണ്ടും തേച്ചൊട്ടിക്കാനായിരിക്കും തോന്നുന്നത്. കാരണം ഇതുവരെ നമ്മുടെ ഈ മാർവൽ MCUയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പടങ്ങളിലും ഹൾക്കിനെ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു അടി വാങ്ങാനുള്ള മെഷീനെ പോലെ ആയിരിക്കും ഹൾക്കിനെ കാണിച്ചിട്ടുള്ളത്. അതായത് ഏജ് ഓഫ് അൾട്രോണിൽ അയൺമാൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ട് നോക്കൗട്ടായി. ശരിക്കും അയൺമാനൊക്കെ എത്ര വലിയ ഹൾക്ക് ബസ്റ്റർ ക്രിയേറ്റ് ചെയ്താലും ഹൾക്കിനെ ഡിഫീറ്റ് ആക്കാൻ പറ്റില്ല കോമിക്സിലൊക്കെ. പക്ഷേ എന്നിട്ടും ഏജ് ഓഫ് അൾട്രോണിൽ നമ്മുടെ അയൺമാൻ അത്രയ്ക്കും വലിയ കാരക്ടർ ആയതുകൊണ്ട് തന്നെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്തു. അതേപോലെ തന്നെ തോർ റാഗ്നറോക്കിൽ നമ്മുടെ തോറ് ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്തു. പക്ഷെ തോറും ഹൾക്കും തമ്മിലുള്ള ആ ഫൈറ്റിൽ ഞാൻ കുഴപ്പമൊന്നും പറയത്തില്ല. കാരണം തോറിന് ഹൾക്കിനെ വേണമെങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. കാരണം പുള്ളി അത്രയും പവർഫുൾ ആണ്. പിന്നെ ഇൻഫിനിറ്റി വാറിൽ താനോസിൻ്റെ കയ്യിൽ നിന്ന് പാട്ടി അടി കൊള്ളുന്ന പോലെ അടി കൊണ്ടിട്ട് പുള്ളിനെ ഡിഫീറ്റ് ചെയ്തു. അതായത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ ഒരു മാസ് ലെവലിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൾക്കിനെ യൂസ് ചെയ്യുകയാണ് അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഹൾക്കിനെ അടിച്ചിട്ടിട്ടുള്ള ആ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ ആ ക്യാരക്ടേഴ്സിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ക്യാരക്ടേഴ്സിന് അത്രയും ഒരു എലവേഷൻ കിട്ടും. അതായത് ഹൾക്കിനെ തന്നെ ഡിഫീറ്റ് ചെയ്ത്, അതായത് ഈ ക്യാരക്ടർ ഹൾക്കിനെ തന്നെ ഡിഫീറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെയിം സംഭവം തന്നെയായിരിക്കും എന്തായാലും ഈ പടത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു വിധത്തിൽ നമ്മുടെ സ്പൈഡർമാനും ഹൾക്കും, അതായത് സാവേജ് ഹൾക്കൊക്കെ തിരിച്ചു വന്നെന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ സ്പൈഡർമാൻ്റെ കയ്യിൽ തന്നെ ഹൾക്കിന് അടികൊള്ളേണ്ടി വരും. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇത് ഹൾക്കിൻ്റെ പടമല്ല, സ്പൈഡർമാൻ്റെ പടമാണ്. സോ സ്പൈഡർമാൻ ജയിച്ചേ പറ്റുള്ളൂ. ഇനി അതെങ്ങനെയായിരിക്കും ഇവന്മാർ പടത്തിൽ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് അത് ആ പടം കണ്ടാലേ അറിയുള്ളൂ. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്? ശരിക്കും എന്തായാലും ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ ഹൾക്ക ജയിക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോമിക്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഈ പടത്തിൽ എങ്ങനെയായിരിക്കും കാണിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ചില അഭിപ്രായങ്ങളും തിയറീസൊക്കെ ഉണ്ടാവും. അതെന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ബാക്കി എല്ലാവർക്കും ഒന്ന് അറിയാലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.